ഹലോ, സുഖല്ലേ? എനിക്കും അതെ കേട്ടോ. ഞാനിന്ന് വെട്ടുകൂട്ട് പുളിങ്കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. വെട്ടുപുളിങ്കറി പറഞ്ഞാൽ സദ്യയുടെയൊക്കെ ബാക്കി വരുന്ന പച്ചക്കറികളുടെ കഷ്ണം ബാക്കി ഉണ്ടാവില്ല, അതെല്ലാം കൂടി ചേർത്ത് ഉണ്ടാക്കുന്ന ഒരു പുളിങ്കറി. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് കായ, ഒരു കഷ്ണം ചേന, ഒരു കഷ്ണം മത്തങ്ങയാണ് കേട്ടോ. പിന്നെ ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളിഞ്ഞ വെള്ളത്തിലിട്ടുണ്ട്. പുളിങ്കറിയല്ലേ, നല്ല ടേസ്റ്റി പുളിങ്കറിയാണ് കേട്ടോ. ഇത് ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ നമുക്ക് പുളി വെള്ളത്തിലിട്ട് വയ്ക്കാം ആദ്യം തന്നെ, അതെന്തായാലും ഒന്ന് കുതിർന്ന് കിട്ടണ്ടേ. ഇനി ഞാൻ ഈ മത്തങ്ങയും കായും ചേനയും 3-4 പച്ചമുളകും കൂടി കഴുകി വെക്കുന്നുണ്ട്. ഇത് വെട്ടുപുളിങ്കറിയാണ്. അപ്പോൾ ഇത് വലുതായിട്ട് വെട്ടിയിട്ടിട്ടാണ് കേട്ടോ ഈ പുളിങ്കറി ഉണ്ടാക്കാം. ഷോപ്പ് ക്ലിയറൻസ് സെയിൽ എന്നൊക്കെ പറഞ്ഞ് വരുന്ന പോലെ ഇത് നമ്മളുടെ ഫ്രിഡ്ജ് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പുളിങ്കറിയാണ് കേട്ടോ. എല്ലാ വെട്ടിക്കുട്ടി കഷ്ണങ്ങളും കൂടി ചേർത്തിട്ട് അതിലേക്ക് ഈ കായ എന്താ പറയുക ഇങ്ങനെ കറുത്തിരിക്കണം. ഞാൻ ഇന്നലെ അവിയലുണ്ടാക്കുമ്പോൾ തോല് കളഞ്ഞ് വെച്ചു. അപ്പോൾ അധികമെന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം ഞാൻ മാറ്റി വെച്ചു. അതുകൊണ്ടാണ് അതിന് ഗ്ലാമർ കുറച്ച് കുറവ്. പക്ഷെ കേടൊന്നും വന്നിട്ടില്ല കേട്ടോ. കളയാൻ പറ്റുമോ? അതുകൂടാം. ഇതിലെല്ലാ കഷ്ണങ്ങളും ചേർത്താൽ 1-2 കഷ്ണം മാത്രം ഇട്ടിട്ടും ഈ കറി ഉണ്ടാക്കാം കേട്ടോ. അപ്പം ഞാൻ ആ കഷ്ണങ്ങളെല്ലാം വലുതായി മുറിച്ചെടുത്തു. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു. 3-4 പച്ചമുളകും കൂടി അരിഞ്ഞിടുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് മുളക് പൊടി ഇടേണ്ടതാണ്, അപ്പോൾ അതനുസരിച്ച് ഇട്ടാൽ മതി. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ട് ഇത് നമുക്ക് വേവിക്കാൻ വേണ്ടി വെക്കാം. പിന്നെ നമുക്കിതിന് തോരപ്പരിപ്പ് വേണം. ഞാൻ 2 ചെറിയ പിടി തോരപ്പരിപ്പാണ് എടുക്കുന്നത് കേട്ടോ. ഇതിൽ തോരപ്പരിപ്പ് അധികം ഇടണ്ട, ഒരുപാട് കുറുകി പോകും കറി. അപ്പോൾ ഞാനിവിടെ 2 ചെറിയ പിടി തോരപ്പരിപ്പെടുത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു. ഇനി അതിലേക്ക് ഒരു കഷ്ണം കായം കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇതാണ് ഈ പുളിങ്കറിയുടെ വ്യത്യാസം. ഇതിന് കായം ചേർത്തും പിന്നെ ഒരു സാധനം കൂടി ചേർത്തു കേട്ടോ. വേവിക്കുമ്പോൾ ഞാൻ പറഞ്ഞുതരാം, അതും കൂടി ഇതിലേക്ക് ഇടണം. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് നല്ല ഡിഫറൻസാണ്, നല്ല ടേസ്റ്റിയാവും, നല്ല മണവും. നോക്കൂ, ഇപ്പോൾ നമ്മുടെ കഷ്ണമൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പരിപ്പും നന്നായിട്ട് വെന്തിട്ടുണ്ട്. കഷ്ണവും പരിപ്പും ഒന്നിച്ചിടണ്ട, അത് വെന്തുടഞ്ഞു പോകും. അപ്പോൾ കറിക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇതെല്ലാം കൂടി ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനിതിലേക്ക് മുളക് പൊടി ചേർക്കുന്നുണ്ട്. 2 സ്പൂൺ ഞാൻ മുളക് ഇട്ടിട്ടുണ്ട്. നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർത്തണം. പുളി പിഴിഞ്ഞത് ഞാൻ ഇതിലേക്ക് ചേർക്കേണ്ട, ആ വീഡിയോ കട്ടായി പോയതാണ് കേട്ടോ. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. പുളി ചേർത്തി കൊടുത്തു, ആവശ്യത്തിന് ഉപ്പ് ഇട്ടു. ഇനിയാണ് ഞാൻ പറഞ്ഞ ആ സൂത്രം കൂടി ചേർത്തണത്. ഒരു 1/2 സ്പൂൺ ഉലുവപ്പൊടി കൂടി ഇതിലേക്ക് ചേർത്തി കൊടുക്കണം കേട്ടോ. വറുത്ത് പൊടിച്ച ഉലുവപ്പൊടിയാണത്. ഇനി ആവശ്യത്തിന് കറിവേപ്പിലയും. ഈ ഉലുവ ഇടുമ്പോൾ നല്ല കൊഴുപ്പും കിട്ടും, നല്ല മണവും കിട്ടും നമ്മുടെ പുളിങ്കറിക്ക്. മറക്കാതെ ചേർത്തിക്കോളൂ കേട്ടോ. ഇനി ഇതെല്ലാം കൂടി ഇത് നോക്കും. ഇപ്പോൾ നന്നായി തിളച്ച് വരുന്നത്, തിളയ്ക്കുമ്പോൾ തന്നെ നല്ല സൂപ്പർ മണം വരുന്നുണ്ട്. ഇവിടെയൊക്കെ ഊണ് കഴിക്കാൻ തോന്നുന്നുണ്ട് എനിക്ക്. അപ്പോൾ ഈ ഒരു കറി പൊതുവെ കല്യാണത്തലേന്ന് നമ്മുടെ വീട്ടിൽ കുറേ ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാനൊക്കെ വരില്ലേ, അപ്പോഴാണ് അത്ര ഇത് ഉണ്ടാക്കാറ്. സദ്യക്ക് അരിഞ്ഞ ബാക്കി കായത്തോല് അത് ഇതൊക്കെ കൂടി ചേർത്തിട്ടാണ് അത്ര ഈ വെട്ടുപുളിങ്കറി ഉണ്ടാക്കുക. അപ്പോൾ ഇപ്പോഴത്തെ കല്യാണത്തിന് തലേ ദിവസമൊക്കെ ഇത് കൊടുത്താൽ കല്യാണത്തിന് ആളെ ഉണ്ടാവില്ലേ പിറ്റേ ദിവസം. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? ഇപ്പോൾ കുഴിമന്തി, ചിക്കൻ ബിരിയാണിയൊക്കെ വേണ്ടേ തലേ ദിവസം. ഇനി ഇതിലേക്ക് നമുക്ക് വറുത്തിടാൻ വേണ്ടിയിട്ട് ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ചെറിയ ഉള്ളി എടുത്തോളൂ. ഞാൻ ചെറിയ ഉള്ളി ഇല്ലാത്തത് കാരണം ഒരു 1/2 സവാള മുറിച്ച് വെച്ചിട്ടുണ്ട് ചെറുതായിട്ട്. പിന്നെ 1 സ്പൂൺ കടുക്, 1 സ്പൂൺ ഉലുവ, 4-5 വറമുളക്, പിന്നെ കുറച്ച് കരുവേപ്പിൻ്റെ ഇല കേട്ടോ. ഇപ്പം നന്നായിട്ട് വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ ഉലുവയും കടുകും പൊട്ടിച്ചു, നമ്മുടെ വറമുളകും ഇട്ടു, അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയും കരുവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മൂപ്പിച്ചിട്ട് നമുക്കത് കൂട്ടാനിലേക്ക് ചേർത്തി കൊടുക്കാം. അപ്പോൾ ഇത് ഉള്ളി കരിയാതെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചിട്ട് വേണം നമ്മുടെ കറിയിലേക്ക് കൊട്ടി കൊടുക്കാൻ കേട്ടോ. അപ്പോൾ നിങ്ങളെന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഹൈപ്പ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നിങ്ങൾ ഈ കറിയെ പറ്റിയിട്ടുള്ള കമൻസും അറിയിക്കണം കേട്ടോ. ഇത് പാലക്കാട് ഉണ്ടാക്കുമെന്ന് ചോദിച്ചാൽ പാലക്കാടും ഉണ്ടാക്കും, തൃശ്ശൂർ ഉണ്ടാക്കുമെന്ന് ചോദിച്ചാൽ തൃശ്ശൂരും ഉണ്ടാക്കും. അപ്പോൾ ഈ വെട്ടുപുളിങ്കറി എല്ലാവിടെയും ഉണ്ടാക്കും. ഇത് കൂട്ടിയിട്ടുള്ള ഒരു തനി നാടനാണ്, അതിഷ്ടമില്ലാത്ത ആരും ഉണ്ടാവില്ല അല്ലേ. വെട്ടുപുളിങ്കറിയുടെ പ്രത്യേക ഒരു ടേസ്റ്റ് അല്ലേ. അപ്പോൾ ഞാൻ നോക്കട്ടെ ഇത് എങ്ങനെ ഉണ്ടെന്ന് കേട്ടോ. നല്ല ചൂടുണ്ട്. ഈ ചൂടോടെ എൻ്റെ കയ്യിൽ വെച്ചാൽ എൻ്റെ കയ്യിൻ്റെ പണി തീരും. അപ്പോൾ അടിപൊളിയാണ് കേട്ടോ. ഉപ്പും പുളിയെല്ലാം നല്ല പാകമായിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കില്ലേ, നിങ്ങൾ എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നൊക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ നമ്മുടെ വെട്ടുപുളിങ്കറി റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഒരു തനി നാടൻ കറി കൂട്ടിയിട്ടുള്ള ഉച്ചയൂണ് ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഉണ്ടാവുമോ? എല്ലാവർക്കും ഇഷ്ടമല്ലേ ഇതുപോലത്തെ ഒരു ഊണ്. അപ്പോൾ ഞാനതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇതും കൂട്ടിയിട്ട് എല്ലാവരും വരും, നമുക്ക് ഊണ് കഴിക്കാം. നല്ല സൂപ്പറായിട്ടുള്ളൊരു തനി നാടൻ ഊണ്. നല്ല കട്ട തൈരും നല്ല ഉപ്പേരിയും കൊണ്ടാട്ടം വറുത്തതോ അരിക്കൊണ്ടാട്ടം കേട്ടോ, അതൊക്കെ കൂട്ടിയിട്ട് ഇത് കഴിച്ചു നോക്കൂ. പിന്നെ പറയുമോ എന്തൊരു ടേസ്റ്റ്, നമുക്ക് ഇനിയും ഉണ്ടാക്കാം. അപ്പോൾ നിങ്ങളതെല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഉണ്ടാക്കി നോക്കില്ലേ, നിങ്ങൾ ഉണ്ടാക്കാറുണ്ടാവും, ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കുക എന്നൊക്കെ ഒന്ന് പറയണം കേട്ടോ. നിങ്ങളുടെ നാട്ടിൽ ഇതിനെന്താ പേര് പറയുക എന്നൊക്കെ പറയണം കേട്ടോ. അപ്പോൾ തനി നാടൻ വിഭവങ്ങൾ കാണാൻ ഇഷ്ടമുള്ളവർ എൻ്റെ ഈ വിസ്ക് ആൻഡ് വണ്ടർ ബൈ ഷിജ എന്നുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടണം കേട്ടോ.
അപ്പോൾ ഇതുപോലെ പഴയ വിഭവങ്ങൾ ഏതെങ്കിലും നിങ്ങൾക്ക് കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അതേതാന്ന് കമൻറ്റ് ചെയ്യൂ. അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. ശരി, ഓക്കെ, ബൈ.